നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ B-2 ബോംബർ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡിയോഗോ ഗാർഷ്യ എന്ന് പറയുന്ന സൈനിക താവളത്തിൽ എത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുവിൻ്റെ കേന്ദ്രങ്ങളെ ആക്രമിച്ച് തിരിച്ചു വരുവാൻ കഴിയുന്ന ഇത്തരം വിമാനങ്ങളാണ് ഒരുപക്ഷെ ഇനിമേൽ ഹൂതികളെ ആക്രമിക്കുന്നതിന് അമേരിക്ക ഉപയോഗിക്കുന്നത് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നടക്കുന്ന സന്ദർഭം കൂടിയാണിത്. പ്രത്യേകിച്ചും ഹാരിസ് ട്രൂമാനെ പോലുള്ള കപ്പലുകൾ ഒരുപക്ഷെ അമേരിക്ക കൂടുതൽ സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക്, ചെങ്കടലിൻ്റെ കൂടുതൽ സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മാറ്റിയിരിക്കാം എന്നൊരു അവലോകനം കൂടി ഈ അവസരത്തിൽ വരികയാണ്. കാരണം നിരന്തരമായിട്ടുള്ള ഹൂതികളുടെ ആക്രമണം ഈ കപ്പലിന് ക്ഷതമേൽപ്പിച്ചു. ചില മിസൈലുകളൊക്കെ ഹൂതികളുടേത് ഈ കപ്പലിൽ പതിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ്. ഈ സംഭവവുമായി, അതായത് B-2 ബോംബർ വിമാനങ്ങൾ ഇപ്പോൾ ഡിയോഗോ ഗാർഷ്യയിലേക്ക് വരുന്നു എന്ന സംഭവവുമായി ചേർത്ത് വായിക്കുമ്പോൾ അത് ശരിയാകാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഒരുപക്ഷെ ഈ ചെങ്കടലിൽ നിന്ന്, ഹാരിസ് ട്രൂമാനിൽ നിന്ന് ഈ ഹൂതികളുടെ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചൊരാക്രമം ഉണ്ടാകും. കാരണം ഹൂതികളുടെ ആക്രമ പരിധിക്കുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഹാരിസ് ട്രൂമാനെ മാറ്റിയിട്ട് ഇപ്പോൾ ഡിയോഗോ ഗാർഷ്യയിൽ നിന്ന് ഈ B-2 ഹൈപ്പർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഹൂതികളെ ആക്രമിക്കുവാനുള്ള ഒരു സൈനിക തന്ത്രമായിരിക്കാം അമേരിക്ക മെനയുന്നത് എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും അമേരിക്കയ്ക്ക് 72 ഈ B-2 ബോംബർ വിമാനങ്ങളാണുള്ളത്. അതിൽ ഇപ്പോൾ 7 എണ്ണം ഇന്ത്യ മഹാസമുദ്രത്തിലുള്ള ഡിയോഗോ ഗാർഷ്യ എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിലെത്തുകയാണ്. ഇത് അമേരിക്കയുടെയും ഒപ്പം തന്നെ ബ്രിട്ടന്റെയും സംയുക്ത സൈനിക കേന്ദ്രമാണ്. ഇത് 100 വർഷത്തേക്ക് ഇപ്പോൾ അമേരിക്ക പാഠത്തിനെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ നിന്ന്. മറ്റൊന്ന്, ബെയ്റൂട്ടിൽ ഇസ്രായേൽ നിരന്തരം വ്യോമാക്രമണം നടത്തുന്ന റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായിട്ട് ഹിസ്ബുള്ളയുടെ ഒരുപാട് കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ ലെബനീസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന വരുന്നത് ഹിസ്ബുള്ളയോടൊപ്പം ചേർന്ന് ലെബനൻ ഒരുപക്ഷെ ഈ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചേക്കാം എന്ന രീതിയിലാണ്. അതായത് ഇപ്പോൾ ഇറാൻ, ഇറാഖ്, യമൻ, ലെബനൻ എന്നീ 4 രാജ്യങ്ങളുടെ സൈനികങ്ങൾ സംയുക്തമായി സൈനിക അഭ്യാസം നടത്തുന്ന റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഇറാന്റെ സൈന്യം ലെബന്റെ അതിർത്തിയിലേക്ക് നീങ്ങുന്നതായും ചില റിപ്പോർട്ടുകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഒരുപക്ഷെ ലെബനൻ ഹിസ്ബുള്ളയോടൊപ്പം തന്നെ ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തേക്കാനുള്ള സാഹചര്യവും ഉണ്ട്. അതായത് ഹിസ്ബുള്ള ലെബനനെ ഒരു മിലിഷ്യ ഗ്രൂപ്പ് മാത്രമാണ്, ഇറാന്റെ ഒരു സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഷിയ മിലിഷ്യ ഗ്രൂപ്പാണ്. പക്ഷെ അവർക്കവിടെ ഭരണത്തിലൊക്കെ സ്വാധീനമുണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും ലെബനന്റെ ഔദ്യോഗിക സൈന്യമല്ല. ഇനി ഒരുപക്ഷെ ലെബന്റെ ഔദ്യോഗിക സൈന്യവും ഒപ്പം തന്നെ ഹിസ്ബുള്ളയും സംയുക്തമായി ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന രീതിയിലൊക്കെ ഇന്ന് ലെബനീസ് പ്രസിഡന്റിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, മാർച്ച് 28 ലോകം ഖുദ്സ് ദിനമായി ആചരിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഗാസയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനാണ് ഈ ഖുദ്സ് ദിനം ആചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ പ്രസ്താവനയും വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ സയനിസ്റ്റുകൾ ഗസയെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് വരെ പലസ്തീനോടുള്ള ഐക്യദാർഢ്യം ഇറാൻ തുടരും എന്ന പേരിൽ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ പ്രസ്താവന ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊന്ന്, ട്രൂ പ്രോമിസ് 3യുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ട്രൂ പ്രോമിസ് 3ക്ക് ഇറാൻ സന്നദ്ധമാണ്. ഇനിയൊരു ഓർഡർ കിട്ടിയാൽ മതി എന്ന രീതിയിൽ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ സൈനിക ഉപദേഷ്ടാവ് യഹിയ റഹീൽ സവാദിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, ഈ താഡ് മിസൈൽ എന്ന് പറയുന്ന അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തെറിയുവാൻ കൽപ്പുള്ള ഹൈബർ ഷെഗാൻ 1 മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അത് ഇറാന്റെ ഈ സൈനിക ഉപദേഷ്ടാവ് യഹിയ റഹീൽ സവാദിയുടെ വാക്കുകളിൽ നിന്നാണ് ലോകത്തിന് വ്യക്തമാകുന്നത്. മറ്റൊന്നും, ഈ പെരുന്നാൾ ദിനത്തിലും ഫലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു എന്ന് ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും ഈ പെരുന്നാൾ ദിനത്തിൽ ഇടിഞ്ഞു വിളിഞ്ഞു വീണ കെട്ടിടങ്ങൾക്കിടയിൽ പെരുന്നാൾ നമസ്കാരം ചെയ്യുന്ന ആളുകളുടെ വീഡിയോസൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് ഒരു ഗസലാണ്, മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗസലാണ്. അതിൽ പറയുന്നുണ്ട്, ഈ ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ് മരിച്ചുപോയൊരു കുട്ടി, അവരുടെ ആത്മാവുമായിട്ട് മാലാകമാർ ഈ ആരാമങ്ങളിലും അതുപോലെ പൂന്തോട്ടങ്ങളിലുമൊക്കെ അവരുടെ ആത്മാവിനെ കളിപ്പിച്ചതിന് ശേഷം ഈ ആത്മാവുമായിട്ട് കുട്ടി
കുട്ടിയുടെ ആത്മാവുമായിട്ട് മാലാകമാർ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, മകളെ ഇനി നീ നിനക്ക് എന്ത് വേണമെന്ന്. അപ്പോൾ കുട്ടി താഴെ ഗസയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന വാക്കുണ്ട്, എനിക്ക് വീണ്ടും അവിടെ പുനർജനിക്കണം, ഷഹീദായി നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന്. ഇത് ഈ ഗസൽ മലയാളത്തിൻ്റെ ഒരു ഗസലാണിത്. ഞാനിതിൻ്റെ വരികൾ കവിതയായിട്ട് പറഞ്ഞതല്ല, ഇതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗസയുടെ ഒരു ആത്മധൈര്യം. എത്രമേൽ ആക്രമണം നടത്തിയാലും, എത്രമേൽ ഈ ഇസ്രായേലും ഒപ്പം അമേരിക്കയും ബോംബുകൾ കൊണ്ട് വർഷിച്ചാലും അവരുടെ ഒരു ആത്മധൈര്യമുണ്ട്. അവരുടെ ആത്മധൈര്യത്തിലൂന്നിയ പ്രതിരോധമുണ്ട്. സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ മറ്റെന്തേക്കാളും വിലമതിക്കുന്ന, തങ്ങളുടെ രാജ്യത്തെക്കാളും വിലമതിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ആത്മധൈര്യമുണ്ട്. ആത്മധൈര്യത്തെ പരാജയപ്പെടുത്തുവാൻ ഒന്നിനും കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെ ദൃഢനിശ്ചയം സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.